സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 10-ാം അധ്യായം 12-ാം തിരുവചനം. ജീവനും കൃപയും നീ എനിക്ക് നൽകി, നിൻ്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട ഇയ്യോബിൻ്റെ പുസ്തകം 10-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ നമ്മുടെ ജീവൻ്റെ ആധാരം നാം കാണുകയാണ്. നമ്മുടെ ജീവൻ്റെ ആധാരമായി ഇവിടെ നാം കാണുന്നത് ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ കടാക്ഷവുമാണ്. ഇത് നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. മനുഷ്യ ജീവിതം ധന്യമായി തീരുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്, ദൈവത്തിൻ്റെ ദയയാലാണ്. ദൈവത്തിൻ്റെ ദയയും കൃപയും കരുണയും മർത്യന് ജീവനും സമാധാനവും സകലവും നൽകുന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി സ്പഷ്ടമായി ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കടാക്ഷമാണ് മർത്യൻ്റെ ശ്വാസത്തെ പോലും പരിപാലിക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കാത്ത മർത്യനെ വേദപുസ്തകം മൂഢനെന്നും ഭോഷനെന്നും വിളിക്കുന്നു. അവർ ചിന്തിക്കുന്നത് ദൈവമില്ല എന്നാണ്. അവർ വിശ്വസിക്കുന്നത് ഈ ആകാശം, ഈ സൂര്യൻ, ചന്ദ്രൻ, എണ്ണിക്കൂടാത്ത നക്ഷത്രങ്ങൾ, മറ്റു മുഴുപ്രപഞ്ചത്തിലെ സമസ്തവും തനിയെ ഉണ്ടായി എന്നാണ്. പ്രിയമുള്ളവരെ, ഇത് സംബന്ധിച്ച് വളരെ വ്യക്തവും സ്പഷ്ടവുമായി ജ്ഞാനം നൽകുന്ന പുസ്തകം സത്യവേദ പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ മുഴുപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി നാം കാണുന്നു. ദൈവത്തിൻ്റെ നിശ്വാസം, ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ വചനം, ആ ദൈവത്തിൻ്റെ ശ്വാസം ഈ ഭൂമിക്ക്, ഈ ആകാശത്തിന്, ഈ മുഴുപ്രപഞ്ചത്തിന് ആധാരമായി കാണുന്നു, അടിസ്ഥാനമായി കാണുന്നു, സൃഷ്ടിക്ക് കാരണമായി തീരുന്നു. ആ സൃഷ്ടാവായ ദൈവത്തിൻ്റെ കൃപയും കടാക്ഷവും മനുഷ്യ ജീവിതത്തെ ധന്യമാക്കുന്നു. ഇവിടെ ഒരു മനുഷ്യന് എന്താണ് അത്യന്താപേക്ഷിതമായിരിക്കുന്നത്? ജീവൻ, കൃപ, കടാക്ഷം. ഇത് എങ്ങനെയാണ് ലഭിക്കുന്നത്? ദൈവത്തിലുള്ള വിശ്വാസത്താൽ, ദൈവത്തിലുള്ള ആശ്രയത്താൽ, ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ. നമുക്ക് അതിന് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ സാധിച്ചാൽ നമ്മുടെ ജീവൻ വർദ്ധിച്ചു വരും. നമുക്ക് ലഭിച്ച കൃപ വർദ്ധിച്ചു വരും. നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ കടാക്ഷം ഒരിക്കലും നമ്മെ വിട്ടുപോകുകയില്ല. ഇത് അനുഭവിച്ച ഒരുപിടി മനുഷ്യർ അഥവാ ഭക്തർ സത്യവേദ പുസ്തകത്തിൽ നമുക്ക് കാണാം. പ്രത്യേകിച്ച് ഈ നാം ഇന്ന് ധ്യാനിക്കുന്ന പുസ്തകമായ ഇയ്യോബിൻ്റെ പുസ്തകം തന്നെ അതിനുദാഹരണമാണ്. ഒരു മനുഷ്യനെ തകർക്കുവാൻ, നശിപ്പിക്കുവാൻ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ശത്രുവായ പിശാച് ഉണ്ടാക്കിയ ഗൂഢാലോചനകളെല്ലാം തകർത്ത്, ഒരുപക്ഷെ ആ മനുഷ്യൻ ഒരു നിമിഷം തകർന്നുപോയി എന്ന് ചിന്തിച്ചപ്പോഴും ആ തകർച്ചയെ
ഇരട്ടി നന്മയാക്കി മാറ്റിക്കൊടുത്തുകൊണ്ട് ദൈവം തൻ്റെ ജീവനും കൃപയും കടാക്ഷവും ഇയ്യോബിന് ഇരട്ടിയായി നൽകി. അവന് നഷ്ടപ്പെട്ടതൊക്കെ ഇരട്ടിയായി തിരിച്ചു ലഭിക്കുവാൻ അത് കാരണമായി. നമുക്കും ഇന്ന് ആവശ്യമായിരിക്കുന്നത് ഇയ്യോബിൻ്റെ വിശ്വാസവും ഇയ്യോബിൻ്റെ പ്രത്യാശയും ഇയ്യോബിൻ്റെ ദൈവാശ്രയവുമാണ്. ആമേൻ. എന്നെ കരുതും, എന്നെ പുലർത്തും, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. എന്നെ കരുതും, എന്നെ പുലർത്തും, എൻ്റെ ആവശ്യങ്ങളെ